NO and NO2 are the two oxides of nitrogen. NO യും NO2 ഉം നൈട്രജന്റെ രണ്ട് ഓക്സൈഡുകളാണ്. Which law of chemical combination is illustrated by these compounds? സിമ്പിൾ അല്ലേ? NO അടുത്ത NO2. ഒരാളുടെ മാസ് സെയിം ആണ്, മറ്റേ ആളുടെ മാസ് ഡിഫറന്റ് ആണ്. അങ്ങനെ പറയുന്ന ലോ ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ്. ക്ലിയർ? സ്റ്റേറ്റ് ദ ലോ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുകയാണ്. നമ്മൾ ഒന്ന് പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. When two elements combine to form more than one compound, the different masses of one of the elements which combines with a fixed mass of the other elements bear a simple whole number ratio. രണ്ട് എലമെന്റുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ ഒരാളുടെ മാസ് സെയിം മറ്റേയാളുടെ മാസ് ഡിഫറന്റുമാണെങ്കിൽ ഡിഫറന്റ് മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. കാണപ്പെടുന്ന മാസ് ഓഫ് എ മഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. ഒരു മഗ്നീഷ്യം ആറ്റത്തിന്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇക്വേഷൻ ഓർത്തിരിക്കുക. മാസ് ഓഫ് വൺ ആറ്റം, മാസ് ഓഫ് വൺ ആറ്റം ഈസ് ഈക്വൽ ടു ആറ്റോമിക് മാസ്, ആറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ എന്നാണ് കേട്ടോ. മാസ് ഓഫ് വൺ ആറ്റം ഈസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ എന്നാണ്. ക്ലിയർ? മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാ? മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് മാസ് 24 ആണ്. ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23 ആണ്. 6 കൂട്ടിയാൽ മതി. ആൻസർ എത്ര വരും? 4 into 10⁻23 ഗ്രാം കിട്ടും കേട്ടോ. 4 into 10⁻23 ഗ്രാം കിട്ടും മാസ് ഓഫ് എ മഗ്നീഷ്യം ആറ്റം. ക്ലിയർ? അപ്പൊ മാസ് ഓഫ് വൺ ആറ്റം കാണാൻ ആറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ, മാസ് ഓഫ് വൺ മോളിക്യൂൾ മോളിക്കുലാർ മാസ് ബൈ അവഗാഡ്രോ നമ്പർ അത്രയും ഗ്രാം ആയി. ക്ലിയർ? മാസ് ഓഫ് വൺ മോളിക്യൂൾ വാട്ടർ കാണാൻ പറഞ്ഞാലോ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ 18 ബൈ അവഗാഡ്രോ നമ്പർ കണ്ടാൽ മതി. 3 into 10⁻23 ഗ്രാം ആയിരിക്കും കേട്ടോ. ഓർത്തിരിക്കുക. Then next one. In the two oxides of carbon, the mass ratio of oxygen is 1.33:2.66. Identify the law illustrated by the above ratio and state the law. കാർബണിന്റെ രണ്ട് ഓക്സൈഡുകളാണ്. ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടില്ല. അതില് ഓക്സിജൻ, കാർബണിന്റെ മാസ് സെയിം ആണ്. ഓക്സിജന്റെ റേഷ്യോ 1.33:2.66 ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഡിഫറന്റ് മാസസ്, റേഷ്യോ ഓഫ് ഡിഫറന്റ് മാസസ്, ഡിഫറന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ക്ലിയർ? ഈക്വൽ ടു 1.33:2.66. അതിന് നമ്മൾ ഉള്ളതിൽ ചെറുതുകൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1.33 by 1.33 is to 2.66 by 1.33. 1.33 കിട്ടി. ഇത് ചെയ്യണം കേട്ടോ. ഏറ്റവും ചെറിയ മാസം കൊണ്ട് അതിന് എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1:2 എന്ന് കിട്ടിയില്ലേ? 1:2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ റേഷ്യോ അല്ലേ? ക്ലിയർ? അപ്പൊ 1:2 സിമ്പിൾ റേഷ്യോ ആണെങ്കിൽ ഫോർമുല കിട്ടി. ആദ്യത്തെ ആളിൽ ഒരു ഓക്സിജൻ, രണ്ടാമത്തെ ആളിൽ 2 ഓക്സിജൻ. CO-യും CO2 ആയിരിക്കും. ക്ലിയർ? അപ്പൊ ലോ ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. എന്താണ്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ് ലോ. ഇനി ആ ലോ ഏതാ? സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എന്താ? when two elements combine to form more than one compound, the different masses of one of the elements which combines with a fixed mass of the other elements bear a simple whole number ratio. മനസ്സിലായില്ലേ? അടുത്തത് calculate the number of atoms in each of the following. ഓരോന്നിലും എത്ര ആറ്റങ്ങൾ വെച്ചുണ്ടെന്നാണ്. ക്ലിയർ? സിമ്പിൾ ആണ്. 14 gram of nitrogen N2. അത് നമ്പർ ഓഫ് മോൾസ് ആണ്. ക്ലിയർ? അപ്പോ എ ആണ്. നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ്. നൈട്രജൻ N2 ആണ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ്. 14 by മോളാർ മാസ് 28. അതായത് 1/2 മോൾ ആണുള്ളത്. 1/2 മോൾ N2. ക്ലിയർ? അങ്ങനെയാണ് ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിലോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ മോളിനെ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1/2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് 6.022 into 10⁻23 ആണ്. ഇത്രയും നമ്പർ ഓഫ് ആറ്റം ഉണ്ട്.
നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ദെൻ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദ്യം. നമ്പർ ഓഫ് ആറ്റംസ് കാണാനോ, ഒരു മോളിക്യൂളില് N2 അല്ലെ 2 ആറ്റം ഉണ്ട്. അപ്പൊ ഇൻറ്റു 2 ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്പർ ഓഫ്, ആദ്യം നമ്പർ ഓഫ് മോൾ കണ്ടു, പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടു. ഇനി നമ്പർ ഓഫ് ആറ്റം കാണുമ്പോ 2 ആറ്റം ഉണ്ട് ഒരു നൈട്രജനില്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 into 6.022 into 10⁻23 into 2 ചെയ്യും. 2 into വെട്ടിപ്പോയില്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടി? അവഗാഡ്രോ നമ്പർ. ഇത് എത്ര ആറ്റം ഉണ്ട്? അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ട്. ക്ലിയർ? ദെൻ രണ്ടാമത്തേല് 14 മോൾ ആറ്റം നൈട്രജൻ. 14 മോൾ ആറ്റം നൈട്രജൻ എന്നാണ്, എന്ന് വെച്ചാൽ 14 ഗ്രാം ആറ്റം ഓഫ് നൈട്രജൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 14 ഗ്രാം ആറ്റം ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയായി? 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് ആറ്റങ്ങളുടെ എണ്ണം. ക്ലിയർ? അപ്പൊ ബിയില് എത്രയാണ്? 14 മോൾ ആറ്റം എന്ന് പറയുമ്പോൾ 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് Na. 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് കിട്ടും. ക്ലിയർ? ദെൻ 14 യു ഓഫ് നൈട്രജൻ ആണ്. 14 യു നൈട്രജൻ എന്ന് പറഞ്ഞാൽ 14 യു നൈട്രജൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടോ, ഒരു നൈട്രജൻ 14 യു ആണ്. ക്ലിയർ? മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം, മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം ആണ് 14 യു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 14 യു നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആറ്റം, ഒരേ ഒരു ആറ്റമേ ഉള്ളൂ. മനസ്സിലാണോ? ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസാണ് 14 യു. അപ്പൊ 14 യു നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്രയായി? ഒരു ആറ്റമേ ഉള്ളൂ. എത്ര ആറ്റം? ഒരു ആറ്റമേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു ആറ്റം, ഇത് 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആറ്റം, ഇത് അവഗാഡ്രോ നമ്പർ ആറ്റം. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും നമ്പർ കണ്ടുപിടിച്ചില്ലേ നമ്മള്? 14 ഗ്രാം നൈട്രജനില് അവഗാഡ്രോ നമ്പർ ആറ്റങ്ങളുണ്ട്. 14 മോൾ ആറ്റം നൈട്രജനില് 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഉണ്ട്. 14 യു നൈട്രജനില് ഒരു ആറ്റമേ ഉള്ളൂ, കാരണം ഒരു നൈട്രജനാണ് 14 യു. ക്ലിയർ? അപ്പോ ഒരു ആറ്റം എന്ന് ലഭിക്കും. കണ്ടോ? ഇങ്ങനെയാണ് മൂന്നെണ്ണത്തിന്റെ ആൻസർ. ഒന്നുകൂടി പറയാം. 14 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോ 14 ബൈ എത്രയാ? 2. 14 ബൈ 28 ഹാഫ് മോൾ നൈട്രജൻ ആണ്. ഹാഫ് മോൾ നൈട്രജൻ ഹാഫ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ആണ്, ഇൻറ്റു 2 ആറ്റങ്ങളാണ്. അപ്പൊ അവഗാഡ്രോ നമ്പർ കിട്ടും. ദെൻ 14 മോൾ ആറ്റം എന്ന് പറയുന്നത് എത്രയായി? 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആറ്റംസ് എന്ന് കിട്ടി. ദെൻ 14 യു എന്ന് പറയുമ്പോഴോ ഒരു നൈട്രജൻ ആറ്റമാണ്. കണ്ടാ വ്യത്യാസം മനസ്സിലായില്ലേ? ദെൻ അടുത്തത് സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് നിയമം ഉദാഹരണ സഹിതം പറയാനാണ്, സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ലോ അങ്ങ് പറയണം. The law states that when two elements combine to form more than one compound, the different masses of one of the elements which combines with a fixed mass of the other elements bear a simple whole number ratio എന്നാണ് അതിന് പറയുക. താഴെ എഴുതുക എക്സാമ്പിൾ, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ എക്സാമ്പിൾ സഹിതം പറയാനാണ്. എക്സാമ്പിൾ C plus half O2 gives CO എഴുതുക. ക്ലിയർ? കാർബണിന്റെ അടിയിൽ 12 ഗ്രാം, ഓക്സിജനിൽ 16 ഗ്രാം എഴുതുക. Again, C plus O2 gives CO2 എന്ന് എഴുതുക. കാർബണിന്റെ അടിയിൽ 12 ഗ്രാം തന്നെ, ഓക്സിജനിൽ 32 ഗ്രാം എഴുതുക. ക്ലിയർ? അപ്പോ ഇൻ CO and CO2 mass of കോമിട്ടിട്ട് mass of carbon is same, mass of oxygen is different. Clear? Mass of oxygen is different. എന്നിട്ട് പറയണം ratio of different masses of oxygen is different mass of oxygen is എത്രയാണ്? 16:32, അതായത് 1:2 എന്ന് എഴുതുക. Clear? Different mass of oxygen ratio 16:32 ആണ്, 1:2. It's a simple ratio എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. അപ്പൊ സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് എന്നാണ് കേട്ടോ. സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ പകുതി മാർക്കുള്ളൂ, ഇല്ലുസ്ട്രേഷൻ ആണ് ബാക്കി പകുതി. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എക്സാമ്പിൾ എഴുതണം. C plus half O2 gives CO, മാസ് എഴുതണം. C plus O2 gives CO2, മാസ് എഴുതണം. എന്തോ കാർബണിന്റെ മാസ് സെയിം ആണ്. ഇനി ഓക്സിജന്റെ മാസ് ഡിഫറന്റ് ആണ്. ഡിഫറന്റ് മാസുകൾ നമ്മൾ റേഷ്യോ എഴുതിയിട്ട് 16:32, 1:2. ഇറ്റ്സ് എ സിമ്പിൾ റേഷ്യോ. ഇതാണ് ആൻസർ. ഓക്കേ. ദെൻ സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യുക, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. ചോദിക്കുക
ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത് എങ്ങനെയാ? ഒരു കോമ്പൗണ്ട് പല സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്താലും എല്ലാം ഒരേ ടൈപ്പ് എലമെന്റുകൾ ചേരുന്നതായിരിക്കും. അത് തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കും. A compound can be prepared in different sources irrespective of source, contains same elements and the same ratio by mass. അപ്പോ അത് സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെയിം കോമ്പൗണ്ട് always contain same elements. Same compound always contains same elements, comma, which combine together in same fixed proportion by mass. അതായത് മാസിൽ അവർ കമ്പൈൻ ചെയ്ത റേഷ്യോയും സെയിം ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, law of definite proportion. Clear? Same compound always contains same elements which combine together in same fixed proportion by mass. ഇനി ഇതില് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ചോദിക്കുന്ന ഒന്ന്, NaCl ഡിഫറെന്റ് വേസിൽ പ്രിപ്പയർ ചെയ്യാം. NaCl can be prepared in different ways. സോഡിയം ക്ലോറൈഡ് പല രീതിയിൽ നിർമ്മിക്കാം. ഏത് രീതിയിൽ നിർമ്മിച്ചാലും സോഡിയം ക്ലോറിൻ തമ്മിലുള്ള റേഷ്യോ, Cl തമ്മിലുള്ള റേഷ്യോ 23:35.5 ബൈ മാസ് ആയിരിക്കും. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. അല്ലെങ്കിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിൽ നിർമ്മിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രീതിയിൽ നിർമ്മിച്ചാലും അത് CO2 ആയിരിക്കും. റേഷ്യോ കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 12:32. 12:32 എത്രയായി? 3:8 ആയിരിക്കും ബൈ മാസ്. 3:8 ബൈ മാസ് ആയിരിക്കും റേഷ്യോ. ഇനി വേറെ ചോദിക്കാം, വാട്ടർ. ഈ 3 എക്സാമ്പിളെ ചോദിക്കുള്ളൂ. വാട്ടറും ഇതുപോലെ പല രീതിയിൽ നിർമ്മിക്കാം. ഏത് രീതിയിൽ നിർമ്മിച്ചാലും വാട്ടറില് ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ 2:16, അതായത് 1:8 ആയിരിക്കും മാസ് റേഷ്യോ. ഈ 3 എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mole concept helps in handling a large number of atoms and molecules in stoichiometric calculations. അതായത് ഇക്വേഷൻ വെച്ചുള്ള കാൽക്കുലേഷനുകളിൽ മോൾ കൺസെപ്റ്റ് ന്യായമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആറ്റങ്ങളുടെ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫൈൻ 1 മോൾ. എന്താണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഡെഫിനിഷൻ എന്താ 1 മോളിന്റെ? It is the amount of substance which contain 6.022 into 10⁻23 elementary particles എന്നോ, അല്ലെങ്കിൽ which contain as same as that of elementary particles which contain 12 gram of carbon 12 isotope എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി amount of substance which contain 6.022 into 10⁻23 elementary particles. There, 6.022 into 10⁻23 elementary particles ന്റെ weight ആണ് 1 mole. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1 മാർക്ക്. Okay. Then, what is the number of hydrogen atoms in 1 mole of methane? 1 mole methane ആണ്. Clear? അപ്പൊ 1 mole methane എന്നാണ്. മീഥൈന്റെ ഫോർമുല CH4 ആണ്. Clear? ആദ്യം 1 mole methane എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണണം. Clear? അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. Clear? നമ്പർ ഓഫ് മോളിക്യൂൾസ്. മീഥൈൻ മോളിക്യൂൾസിന്റെ മോളിക്യൂൾസ് ഓഫ് മീഥൈൻ, നമ്പർ ഓഫ് മീഥൈൻ മോളിക്യൂൾസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഒരു മോളാണ് അവഗാഡ്രോ നമ്പർ ആണ്. അപ്പൊ 6.022 into 10⁻23 മോളിക്യൂൾസ് ആണ് മീഥൈൻ ഉള്ളത്. ഇനിയോ ഒരു മീഥൈനിൽ 4 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പൊ 1 methane molecule contains എത്രയാ?
എത്രയാ 4 ഹൈഡ്രജൻ ആറ്റംസ്. 4 H atoms. 4 hydrogen atoms. Therefore, total number of hydrogen atoms equal to എത്രയായി? ഇവിടെ ഇത്രയും മോളിക്യൂൾസ് ആണ് മീഥേൻ ഉള്ളത്. അവഗാഡ്രോ നമ്പർ ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പൊ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 4 എന്ന് കിട്ടും. ഈക്വൽ ടു 24 പോയിന്റ് സംതിങ് ഉണ്ട് ഇൻറ്റു 10⁻23. അതായത് 2.4 ഇൻറ്റു 10⁻24 എന്നായിരിക്കും ആൻസർ. ഇത്രയും ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. മനസ്സിലായത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the amount of CO2 produced by the reaction of 32 gram of CH4 and 32 gram of O2. 32 ഗ്രാം മീഥൈനും 32 ഗ്രാം ഓക്സിജനും നമ്മൾ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര എമൗണ്ട് ഉണ്ടെന്നാണ് അറിയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആദ്യം ഇക്വേഷൻ വേണം കേട്ടോ. CH4 മീഥൈൻ ആണ്. മീഥൈൻ പ്ലസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. ഗീവ്സ് കിട്ടുന്നത് കാർബൺ ഒരെണ്ണം, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇനി ഹൈഡ്രജൻ എത്രയുണ്ടോ അത് വാട്ടർ ആയിട്ടാണ് മാറുന്നത്. 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അപ്പൊ എത്രയാ 2H2O ആയിട്ട് മാറും. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഓക്സിജൻ 2 രണ്ടും 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വേണം? 2O2 വേണം. കണ്ടോ? ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ. CH4 മീഥൈൻ പ്ലസ് O2 എന്നാണ് വന്നിരിക്കുന്നത്. ഗീവ്സ് കാർബൺ എത്രയാണോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ എത്രയാണോ അതിന്റെ പകുതി വാട്ടർ. കേട്ടോ? ഇനിയോ ഓക്സിജൻ എണ്ണി കഴിയുമ്പോൾ ഇവിടെ എത്ര 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2O2 എന്ന് കൊടുത്താൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ നോക്കുക. മീഥൈൻ 1 മോൾ ആണുള്ളത്. മീഥൈൻ എത്ര മോളാണ്? 1 മോൾ. ഓക്സിജൻ ആണെങ്കിലോ 2 മോൾ ആണ്. ഇനിയോ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 1 മോൾ ആണ്. ഇത്രയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഇനി മീഥൈൻ എത്ര ഗ്രാം ഉണ്ട്? മീഥൈന്റെ മോളാർ മാസ് കാർബണിന്റെ 12 പ്ലസ് 4 16 ഗ്രാം ആണ് ആരുള്ളത്? മീഥൈൻ ഉള്ളത്. ഓക്സിജൻ ആണെങ്കിൽ ഒരു ഓക്സിജൻ 32 ആണ്. O2 32 into 2 ആണുള്ളത്. 64 ഗ്രാം ആണ്. ഇനി CO2 ന്റെ 12 പ്ലസ് 32 44 ഗ്രാം ആണ്. ഇക്വേഷൻ അനുസരിച്ച്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 32 ഗ്രാം മീഥൈനും 32 ഗ്രാം ഓക്സിജനുമാണ്. അപ്പൊ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നാണ് അറിയുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ് ആരാന്ന് അറിയണം. എന്നാലാണ് നമുക്ക് CO2 പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നോക്കാം. 16 ഗ്രാം മീഥൈന് 64 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ എന്താണ് 16 ഗ്രാം CH4 റിക്വയേഴ്സ് എത്രയാ 2 into 32 അതായത് 64 ഗ്രാം ഓക്സിജൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയുള്ളൂ? ഇവിടെ എത്രയാണ്? 32 ഗ്രാം CH4 ആണ്. അപ്പോ 32 ഗ്രാം CH4 എത്ര വേണം? 64. ആദ്യം 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കാം കേട്ടോ. 1 ഗ്രാമിന്റെ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 32 ആണ് നിങ്ങൾക്ക് എളുപ്പം. 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കാനായിട്ട് 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കാൻ 64/16 എന്ന് വന്നു. അത്രയും ഗ്രാം O2 ആയി. ഇനിയോ അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം CH4 എത്ര വേണം? 64/16 into 32 വെട്ടി 2 64 into 2 128 ഗ്രാം ഏത് വേണം? ഓക്സിജൻ വേണം. 128 ഗ്രാം ഓക്സിജൻ ആക്ച്വലി റിക്വയർഡ് ആണ്. പക്ഷെ ആക്ച്വലി എത്രയുള്ളൂ? 32 ഗ്രാമേ ഉള്ളൂ. അപ്പൊ ഓക്സിജൻ കുറവല്ലേ? ഓക്സിജൻ ഡെഫിഷ്യന്റ് ക്വാണ്ടിറ്റിയാണ്. ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ? അപ്പൊ കിട്ടി നമുക്ക് എന്താണ്? O2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ? അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? O2 ആണ്. O2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ? മനസ്സിലായത്? അതായത് 16 ഗ്രാം മീഥൈന് തന്നെ 64 ഗ്രാം ഓക്സിജൻ വേണം. 32 ഗ്രാമിനോ അതിന്റെ ഇരട്ടി 128 ഗ്രാം ഓക്സിജൻ വേണം. പക്ഷെ ഓക്സിജൻ വെറും 32 ഗ്രാമേ ഉള്ളൂ. 32 ഗ്രാമേ ഉള്ളൂ എങ്കിൽ അത് ഓക്സിജൻ കുറവാണ്. കുറവുള്ള ആളുടെ പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ? അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന് വേണം ഇനി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ക്ലിയർ? ഇനി നോക്കുക. 2 into 32 ഗ്രാം ഏതാണ്? ഓക്സിജനിൽ നിന്ന് 44 ഗ്രാം CO2 ഉണ്ടാവും. നോക്കാം. 2 into 32 ഗ്രാം ഓക്സിജൻ ഗീവ്സ് എത്രയാണ്? 44 ഗ്രാം CO2. 44 ഗ്രാം CO2. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടോ? 32 ഗ്രാം O2 അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 2 അപ്പുറത്തേക്ക് ഉണ്ടായാൽ പോരെ. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം O2 ഗീവ്സ്
44/2 എന്ന് കിട്ടും. ഈ 2 അപ്പുറത്തേക്ക് പോയി 44/2, അതായത് എത്ര വരും? 22 gram CO2 ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. 22 gram CO2 ഫോം ചെയ്യും. ഇതാണ് ആൻസർ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യ പകുതി ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാനാണ് 1.5 മാർക്ക്. ബാക്കി 1.5 മാർക്കാണ് ഏത്? CO2ന്റെ മാസ് കണ്ടുപിടിക്കാൻ. മനസ്സിലായത്? ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Irrespective of the source, pure sample of CO2 always yield 27.27% mass of carbon and 72.72% mass of oxygen. അതായത് ഏത് വഴിയിലാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് സോഴ്സ്, ഇപ്പോ ഏത് ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട്. C+O2 gives CO2 ഉണ്ട്. CO plus half O2 gives എന്തുണ്ട്? CO2 ഉണ്ട് കേട്ടോ. CaCO3 gives എന്തുണ്ട്? CaO plus CO2 ഉണ്ട്. ഏത് സോഴ്സിലൂടെ CO2 കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 27.27% കാർബണും പിന്നെയോ 72.72% ഓക്സിജനുമാണ്. ക്ലിയർ? Which law is illustrated here? Irrespective of source എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വന്നാൽ കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ആൻസർ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ആണ്. ക്ലിയർ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ആണ് അതിന്റെ ആൻസർ. സ്റ്റേറ്റ് ദ ലോ. ലോ എന്താ പറയുന്നത്? ലോ പറയുന്നത് സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലിമെന്റ്സ് വിച്ച് കമ്പൈൻ ടുഗദർ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. സെയിം കോമ്പൗണ്ട് always contain same elements which combine together same fixed proportion by mass എന്നാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. 2 മാർക്ക്. ഓക്കേ അല്ലേ? then calculate mass of SO3 produced if 500 gram SO2 reacts with 200 gram O2 according to the equation 2SO2 plus O2 gives 2SO3. കേട്ടോ? ഇതും എന്ത് തന്നെയാണ്? ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലം ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്തിയ ശേഷം വേണം പ്രൊഡക്റ്റിന്റെ അളവ് കണ്ടുപിടിക്കാൻ. SO3 ഫോം ചെയ്യണം. SO3 ഫോം ചെയ്യുമ്പോൾ SO2 ഉം O2 ഉം കമ്പൈൻ ചെയ്യുമ്പോഴാണ് SO3 ഫോം ചെയ്യുന്നത്. ഇക്വേഷൻ എഴുതണം കേട്ടോ. SO2 plus O2 gives SO3 എന്നാണ് റിയാക്ഷൻ. ബാലൻസ് ചെയ്യുമ്പോൾ 2SO2 plus O2 gives 2SO3 എന്ന് വരും. സിമ്പിൾ ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് ഇതൊന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലായി. ഇവിടെ എന്താണ്? മാസ് ഓഫ് SO3 ആണ് ഫോം ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെയും മാസ് എന്തുണ്ട്? 500 gram SO2 200 gram O2 ആണ്. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് പ്രോബ്ലം ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്തിയിട്ട് വേണം നമുക്ക് റിയാക്ഷൻ, ആ ലിമിറ്റിംഗ് റിയേജന്റ് ഇത് വേണം പ്രൊഡക്റ്റ് കാണാൻ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ഇക്വേഷൻ അനുസരിച്ച്. ഇനി SO2ന്റെ മോളിക്കുലാർ മാസ് ഒന്ന് കണ്ടേ. മോളിക്കുലാർ മാസ് ഓഫ് SO2 എസിന്റെ 32 ആണ്. ഓക്സിജൻ 2 ഉണ്ട്. അപ്പോ 16 into 2 ആണ്. അത് 32 plus 32 എത്രയാ? 64 വന്നു. അപ്പൊ മോളിക്കുലാർ മാസ് ഓഫ് SO2 64. അപ്പൊ ഇവിടെ 2 into 64 gram എന്ന് കിട്ടി. Then O2 ഓക്സിജൻ 32 gram ആണ്. 2SO3. ഇനി SO3യുടെ മോളിക്കുലാർ മാസ് ഒന്ന് കണ്ടേ. SO3 S 32 ആണ്. ഇനി പ്ലസ് 16 into 3 3 ഓക്സിജൻ ഉണ്ട്. അതായത് 32 plus 48 എന്ന് വരും. എത്ര വരും? 48 32 80 80 കിട്ടി. SO3യുടെ എത്രയാണ്? 80 ആണ് കേട്ടോ. SO3യുടെ മോളിക്കുലർ മാസ് 80 കിട്ടി. അപ്പൊ ഇവിടെ 2 into 80 കിട്ടി. ഓക്കെ, അത്രയും ഗ്രാം ആണ്. Then ഇനി നമുക്ക് ഇത് വെച്ച് നോക്കാം. 2 into 64 gram SO2 requires എത്രയാണ്? 32 gram oxygen. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1 gram SO2 gives എത്ര വേണം? 32 by 2 into 64 gram O2. Okay. Then 500 gram SO2 ആണ്. 500 gram SO2 gives 32 by 2 into 64 into 500. 1ന്റെ കിട്ടിയപ്പോൾ into 500 ചെയ്താൽ മതി കേട്ടോ. ഈ 32 64 കിട്ടും. എത്ര വരും? 2 എന്ന് വരും. ഈ 2ഉം 500 വിട്ടും ഒരു 250 വരും. ഈ 2ഉം ഈ 250 വിട്ടും 125 ആണ്. 125 gram O2 ആണ് ഇവിടെ ശരിക്കും ആവശ്യമുള്ളത്. 125 gram O2 ആണ് ഇവിടെ ശരിക്കും ആവശ്യമുള്ളത്. 125 gram O2 ആണ് ആവശ്യമുള്ളൂ. പക്ഷെ എത്രയുണ്ട്?
200 gram O2 ഉണ്ട്. അപ്പൊ O2 എക്സസ് ആണ്. O2 എന്താണ്? എക്സസ് ആണ്. എക്സസ് ഉള്ള ആളല്ല ലിമിറ്റിംഗ് റിയേജന്റ്, മറ്റേ ആളാണ്, ഡെഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഉള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലെത്തി. ഹിയർ ആരാണ്? SO2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. മനസ്സിലായത്? SO2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജന്റ്. SO2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് മനസ്സിലായി. ഇത്ര ക്ലിയർ ആയത്? ഒന്നുകൂടി പറയാം. ഇക്വേഷൻ അനുസരിച്ച് 2 into SO2 2 into 64 gram, O2 1 into O2 അതായത് 32 gram, 2 into SO3 2 into 80 gram, 2 into 64 gram SO2 requires 32 gram O2. 1 gram SO2 require 32 by 2 into 64 gram O2 എന്ന് കിട്ടി. 500 gram SO2 require 32 by 2 into 64 into 500 125 gram O2 മതി. 125 gram O2 ന് പകരം 200 gram O2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. O2 എക്സസ് ആണ്. ഈ എക്സസ് ആയ O2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ O2ന്റെ അളവ് കൂടുതലാണ്. O2ന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ലിമിറ്റിംഗ് റിയേജന്റ് അല്ല, മറ്റേ ആള് കുറവുള്ളവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ആരാ? SO2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ക്ലിയർ? ഇനി എമൗണ്ട് ഓഫ് SO3 പ്രൊഡ്യൂസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ എമൗണ്ട് ഓഫ് SO3 പ്രൊഡ്യൂസർ കാണാൻ എമൗണ്ട് ഓഫ് SO3 പ്രൊഡ്യൂസർ ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് 500 gram SO2 മുഴുവനായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോ 500 പ്ലസ് ഇനിയോ O2 125 gram ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി അവിടെ ഏതാണ്? അൺയൂസ്ഡ് ആണ്. അപ്പൊ 125 ആര് ഉപയോഗിച്ചിട്ടുണ്ട്? ഓക്സിജൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 500 പ്ലസ് 125 എത്ര വരും? 625 gram ആയിരിക്കും SO3 ഫോം ചെയ്ത് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കണ്ടാ? ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? 32 gram SO എത്രയാ? 2 into 80 gram SO3. അങ്ങനെയാണെങ്കിൽ എത്രയാ? 2 into 64 gram SO2 ൽ നിന്ന് 2 into 80 gram SO3. ഇനിയോ 1 ഗ്രാമിൽ നിന്ന് ഈ 2 into 64 താഴേക്ക് പോകും. 2 ക്യാൻസൽ ആയി 80 by 64 ആവും. ഇനിയോ 500 ഗ്രാമിൽ into 500 ചെയ്താലും ഈ 625 തന്നെ കിട്ടും. കേട്ടോ? അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഏതാ? ഇവരെ എമൗണ്ട് തമ്മിൽ ആഡ് ചെയ്താലും മതി. ഒരാൾ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തും മറ്റേ ആൾ ആവശ്യം റിക്വയർഡ് ഉള്ളതും. കേട്ടോ? രണ്ടും തമ്മിൽ ആഡ് ചെയ്താലും എന്ത് കിട്ടും? SO3 പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. കേട്ടോ? ഇതാണ് ആൻസർ. ഓക്കെ.